മലപ്പുറം കാളികാവിലെ കടുവ ദൗത്യത്തിനിടെ ദൗത്യസംഘത്തിന് നേരെ തിരിഞ്ഞ കടുവയെ വെടിവെച്ചു. പിന്നാലെ കടുവ ഓടി രക്ഷപ്പെട്ടു. കടുവയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. വിപിൻ സി വിജയനുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിപിൻ, കൂടെത്ര വെച്ചിട്ടും കുടുങ്ങാത്ത കടുവയാണ്. വെടികൊണ്ട കടുവ എങ്ങോട്ടാണ് പാഞ്ഞത്? വനമേഖലയിലേക്കാണോ? വനമേഖലയിലേക്കാണ് ഗോകുൽ ഇപ്പോൾ ഈ കടുവ പോയിരിക്കുന്നത്. കടുവയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചു കഴിഞ്ഞു. 1.5 മാസമായി ഈ കാളികാവിൽ ഇറങ്ങിയ കടുവയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ പ്രദേശത്തൊക്കെ തന്നെ കൂടുകൾ സ്ഥാപിച്ചിരുന്നു. പലവട്ടം കടുവയെ കണ്ടു എന്നുണ്ടെങ്കിലും ഇതിനെ വെടിവെക്കാനോ അല്ലെങ്കിൽ പിടികൂടാനോ ഇതുവരെയും സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു ദൗത്യ സംഘത്തിന് നേരെ കടുവ ചാടിയിരിക്കുന്നത്. ആ കടുവ ചാടിയ ഉടൻ തന്നെ ഇവരുടെ കയ്യിലുള്ള സാധാരണ തോക്കല്ല, അത് ഈ റബ്ബർ തോക്ക് പോലെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി കയ്യിലുള്ള തോക്കാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് വെടിവെച്ചിരിക്കുന്നത്. ഇതിലാണ് ഇത് കൊണ്ട ഉടൻ തന്നെ കടുവ കാട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരമുള്ളത്. പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിന്റെ പേര്. പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചാണ് ഒരു സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി കടുവയെ വെടിവെച്ചിരിക്കുന്നത്. വെടികൊണ്ടിട്ടുണ്ടെങ്കിലും ഇത് കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് റാവുത്താൻകാട് ഭാഗത്ത് നിന്ന് ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 1 മാസത്തിലേറെയായി കാളികാവിലെ ഉറക്കം കെടുത്തുന്ന കടുവ ഇന്ന് വെടികൊണ്ട്, പക്ഷേ അപകടകരമാകുന്ന വെടിയല്ല, പക്ഷേ വെടികൊണ്ട് കാട്ടിലേക്കാണ് ഓടിയിരിക്കുന്നത്. ഏതായാലും തിരച്ചിൽ തുടരുകയാണ് കടുവയ്ക്ക് വേണ്ടി.